യെസ്. ഡോക്ടർ മഹേന്ദ്രകുമാർ, കേരള പോലീസിലെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം ദേശീയ അന്വേഷണ ഏജൻസിയിൽ നിന്നാണ് വിരമിച്ചത്. ഇപ്പോൾ നോക്കൂ, അദ്ദേഹം പറഞ്ഞത് ഹൈക്കോടതി ഗ്രീൻ സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. ഏത് അറ്റം വരെയും അന്വേഷണത്തിന് പോകാം. അതിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യം ഹൈക്കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് നൽകിയിട്ടുണ്ട്. ഇന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ഒരു കത്തയച്ചിട്ടുണ്ട്. അതിൽ CBI അന്വേഷിക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല, ഒരു സമഗ്രമായിട്ടുള്ളൊരു ഓഡിറ്റിംഗ്, ദേവസ്വം ബോർഡിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കൊണ്ട് അത് പരിശോധിപ്പിക്കണം. അങ്ങനെ ഒരു നിർദ്ദേശം കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് BJP CBI അന്വേഷണം ആവശ്യപ്പെടുന്നത്? നേരത്തെ രാജ്മോഹൻ സാർ പറഞ്ഞതുപോലെ, അതായത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നിരീക്ഷണത്തിൽ നടക്കുന്ന ഒരു അന്വേഷണത്തിൽ വെള്ളം ചേർക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവില്ല. അങ്ങനെ വെള്ളം ചേർത്താൽ, അല്ലെങ്കിൽ ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള എന്തെങ്കിലും ഒരു ചെറിയ നീക്കം ഉണ്ടായാൽ അത് ആ ഉദ്യോഗസ്ഥൻ്റെ കരിയറിനെ ആയിരിക്കും ബാധിക്കുക. അതുകൊണ്ട് ആരും അതിന് തയ്യാറാവില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കും അത് പൂർണ്ണമായും മുഖവിലക്ക് എടുക്കാം. പക്ഷേ അപ്പോഴും സംശയം. കാരണം ഇവിടെ ദേവസ്വം ബോർഡിലെ ഉന്നതരിലേക്ക് അന്വേഷണം നീളുകയാണ്. ഉന്നതർക്ക് ഇതിൽ ഈ സ്വർണ്ണക്കവർച്ചയിൽ പങ്കുണ്ട് എന്ന SIT ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിക്ക് നൽകി. മാത്രമല്ല, ഈ ഡിവിഷൻ ബെഞ്ചിലെ 2 ന്യായാധിപന്മാരും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ തലവൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി ഇന്നലെ അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തുകയും ചെയ്തു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ചില നിരീക്ഷണങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പക്ഷേ നമുക്കറിയാവുന്ന പോലെ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്കറിയാം. ഇപ്പോൾ ദേവസ്വം ബോർഡിലെ ഉന്നത എന്ന് പറയുമ്പോൾ 2019 ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് CPM ആണ്. ഒരംഗം CPM നോമിനിയാണ്. CPIയുടെ നോമിനിയുണ്ട്. ഇപ്പോൾ 2025 ബോർഡും അതേപോലെ തന്നെയാണ്. ആ ഒരു ഘടന തന്നെയാണ്. സ്വാഭാവികമായും ഹൈക്കോടതിയുടേതെന്നല്ല, ഏത് കോടതിയുടെ പൂർണ്ണ മേൽനോട്ടത്തിൽ അന്വേഷണം പുരോഗമിച്ചാലും ഇവിടെ തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അത് പൂർണ്ണമായും ഇല്ലാതാക്കാൻ കേരള പോലീസിലെ ഉദ്യോഗസ്ഥർക്ക് സാധിക്കുമോ? മാത്രമല്ല, സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ, ഉടലെടുക്കുമ്പോൾ, ഇത് അന്വേഷണം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ നമ്മുടെ പാർട്ടിയുടെ പ്രതിനിധികൾ അകപ്പെട്ട് കഴിഞ്ഞാൽ, പ്രതിസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ, അത് ഭരണത്തെ തന്നെ ആ പ്രതിച്ഛായ അതിന് കോട്ടമുണ്ടാക്കും എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഒരു അട്ടിമറി ശ്രമം നടക്കില്ലേ? ഒരു ഇടപെടൽ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ലേ? സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ BJPയെ അലട്ടുന്നതും അത് തന്നെ ആയിരിക്കില്ലേ? നമസ്കാരം. ആദ്യമേ തന്നെ ഈ ഒരു വിഷയത്തിൽ സെപ്റ്റംബർ മാസം 9-ാം തീയതി മുതൽ ഇന്ന് ഈ നിമിഷം വരെ ശബരിമല വിഷയം തുടർച്ചയായി ചാനലുകളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളെയാണ് അഭിനന്ദിക്കേണ്ടത്. മാധ്യമങ്ങൾ മണിക്കൂറിൽ ഒരു നേരമെങ്കിലും ശബരിമല എന്ന അച്ച് നിരത്തിയില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇന്നീ കാണുന്ന SIT രൂപീകരണം അടക്കം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തിപരമായി ഒരു സംശയമുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. സാധാരണഗതിയിൽ ഒരു ചെറിയൊരു നാളികേര മോഷണം പോലുള്ള കേസായാൽ പോലും അന്ന് രാത്രി തന്നെ പ്രാഥമിക ദൃഷ്ടിയാൽ അയാൾ കുറ്റക്കാരനാണെന്ന് ബോധ്യപ്പെട്ടാൽ അന്ന് തന്നെ കസ്റ്റഡിയിലെടുക്കുന്ന കേരള പോലീസ് ഈ ദേവസ്വം വിജിലൻസ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൽ സമർപ്പിച്ച ഗുരുതരമായ വിഷയങ്ങൾ, ഗുരുതരമായ കണ്ടെത്തലുകളുള്ള ആ 50-ലധികം പേജ് വരുന്ന റിപ്പോർട്ട് കണ്ടിട്ടും അതിന്മേൽ പ്രത്യേകിച്ചൊരു നടപടി ഉടനെ തന്നെ എടുക്കാത്തതിലാണ് സാധാരണ ജനങ്ങൾക്ക് സംശയമുണ്ടാകുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. എത്രത്തോളം ദിവസം വൈകുന്തോറും തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് വലിയൊരു വാസ്തവമാണ്. ഇന്ന് തന്നെ ഏകദേശം 1 മണിക്കൂർ മുമ്പ് തിരുവനന്തപുരത്ത് ഹൃദയഭാഗത്ത് നടന്ന ഒരു പൊതുപരിപാടിയിൽ, കുറച്ചധികം ആൾക്കാരുള്ള ഒരു പൊതുപരിപാടിയിൽ ഞാൻ സംബന്ധിച്ച സമയത്ത് ഒരു മാധ്യമപ്രവർത്തകൻ അവിടെ ഉണ്ടായിരുന്നു. ആ മാധ്യമപ്രവർത്തകൻ വേദിയിൽ മൈക്കിൽ വീഡിയോ റെക്കോർഡിംഗ് ഉള്ള വേദിയിൽ വെച്ച് പറയുകയാണ്, ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഏത് ഉന്നതനാണെന്ന് ഞാൻ പറയുന്നില്ല, ആ ഉന്നതൻ്റെ ദൂതൻ ഇന്ന് രാവിലെ അയാളുടെ മാധ്യമ സ്ഥാപനത്തിൽ വന്നിട്ട്
എന്തു വാർത്തയാണ് ഇനി നിങ്ങൾക്ക് കൊടുക്കാൻ ബാക്കിയുള്ളത് എന്നും ആ വാർത്ത കൊടുക്കാത്ത വിധത്തിൽ അതിനെ ഒതുക്കി തീർത്തുകൂടെ, എന്തിനാണ് ഞങ്ങളെ ഉപദ്രവിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടൊരു ദൂതൻ ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും ഉന്നതനായ, ആ സ്ഥാനം ഞാൻ പറയുന്നില്ല, ഏറ്റവും ഉന്നതനായ ആളുടെ ദൂതൻ ഇന്നൊരു മാധ്യമപ്രവർത്തകനെ സമീപിച്ചിരിക്കുകയാണ്. കാരണം ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങൾ മാത്രമാണ് ബാധ. മാധ്യമങ്ങൾ തുടർച്ചയായി ഈ വിഷയം ചർച്ച ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ദേവസ്വം ബോർഡിന് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഇനി ദേവസ്വം ബോർഡിൻ്റെ വ്യത്യസ്ത നിലപാടുകൾ ഒരു ഉദാഹരണം പറയാം. എൻ്റെ കയ്യിലുള്ളത് 8/8/2025 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറി ഒപ്പുവെച്ച ഒരു ഉത്തരവാണ് ഈ കയ്യിലുള്ളത്. ചങ്ങനാശ്ശേരി ഗ്രൂപ്പിൽപ്പെട്ട മങ്കൊമ്പ് ദേവസ്വത്തിലെ ആ ക്ഷേത്രത്തിലെ കൊടിമര പ്രതിഷ്ഠ മുടങ്ങിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവാണ്. ആ ഉത്തരവിൽ പറയുന്നത്, നൂതന സാങ്കേതിക വിദ്യയായ ഇലക്ട്രോപ്ലേറ്റിംഗ് മുഖാന്തരം സ്വർണം പൂശുമ്പോൾ കൂടുതൽ സുതാര്യതയും വാറണ്ടിയും ലഭിക്കുമെന്നതിനാലും താരതമ്യേന കുറവ് സ്വർണം മതിയെന്നതിനാലും സാങ്കേതിക വിദ്യ മുഖാന്തരം സ്വർണ്ണക്കൊടിമരം സ്ഥാപിക്കുന്നതിന് തീരുമാനിച്ച് ഉത്തരവാകുന്നു. എന്നിട്ട് ആ പണം എങ്ങനെയാണ് സ്വർണ്ണം ഇടുന്നതാണെന്നുള്ളതിൻ്റെ ഉത്തരവ്. ഇത് ഓർമ്മിക്കുക, ഓഗസ്റ്റ് മാസം 8-ാം തീയതിയുള്ള ഉത്തരവാണ്. ഇനി അതിനൊരു മാസം മുമ്പ് തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ, അവിടെയും ഇപ്പോൾ കൊടിമര നിർമ്മാണം നടക്കുകയാണ്. അവിടെ ക്ഷേത്ര ഉപദേശക സമിതി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ഇതേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രൊസീഡിങ്സാണ്, അതിൻ്റെ രേഖയാണ് എൻ്റെ കയ്യിലുള്ളത്. ഒപ്പുവെച്ചിരിക്കുന്നത് അതേ സെക്രട്ടറിയാണ്. 18/7/2025, അതായത് നേരത്തെ പറഞ്ഞത് ഓഗസ്റ്റ് 8 ഇത് അതിന് 20 ദിവസങ്ങൾക്ക് മുമ്പ് ജൂലൈ 18 ഒപ്പുവെച്ച ഉത്തരവാണ്. ആ ഉത്തരവിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്, തിരുവാഭരണം കമ്മീഷണർ റിപ്പോർട്ട് ലഭിച്ചു. നിലവിൽ അറ്റകുറ്റപ്പെട്ട പറകളിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുക്കുന്നതിന് പര്യാപ്തമായ സ്ഥാപനത്തെ കണ്ടെത്തുന്നതിന് മേഖലയിലുള്ളവരുമായി ചർച്ച ചെയ്തതിൽ തെക്കേ ഇന്ത്യയിൽ ഇപ്രകാരം സുതാര്യത ഉറപ്പുവരുത്തുന്ന സ്ഥാപനങ്ങളൊന്നുമില്ലെന്നും റിപ്പോർട്ടിൽ വിവരിക്കുന്നു. അതുകൊണ്ട് ആധുനിക സാങ്കേതികവിദ്യ ഒഴിവാക്കി പരമ്പരാഗത രീതിയിൽ നടപടി നടത്തണമെന്ന് ഹൈക്കോടതിയിൽ അവർ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു വിഷയമാണ്. അപ്പോൾ ഒരു മാസത്തിന് മുമ്പേ തെക്കേ ഇന്ത്യയിൽ തന്നെ സ്ഥാപനമില്ല എന്ന് പറയുന്നു. 20 ദിവസം കഴിയുമ്പോഴേക്കും അടുത്ത ഉത്തരവിൽ അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു വിഷയം. ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉത്തരവിൽ 8-ാമത്തെ പേജിൽ, ദ റെക്കോർഡ് റിവീൽസ് ദാറ്റ് though the Devasam Commissioner initially opined by letter dated 37/2025 ജൂലൈ 30 ദേവസ്വം കമ്മീഷണർ കൊടുത്ത കത്തിൽ സ്മാർട്ട് ക്രിയേഷൻസ് ചെന്നൈ ലാക്ഡ് ദ റിക്വസൈറ്റ് ടെക്നിക്കൽ എക്സ്പെർട്ടൈസ്, അവർക്ക് വേണ്ടത്ര സാങ്കേതിക പരിജ്ഞാനമില്ല എന്നും അതുകൊണ്ട് തന്നെ പരമ്പരാഗത വിദ്യ സമ്പ്രദായം അനുസരിച്ച് പണി ചെയ്താൽ മതി എന്ന് ആദ്യം റിപ്പോർട്ട് കൊടുക്കുകയും, എന്നാൽ 8/8/2025 ആ നിലപാട് 7 ദിവസത്തിന് ശേഷം ആ നിലപാട് കമ്മീഷണർ മാറ്റി പറയുന്നു. അതിന് കാരണം പ്രസിഡന്റ് ഓഫ് ദി ദേവസ്വം ബോർഡ് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുകയാണ്. ആലോചിച്ച് നോക്കൂ, ദിവസങ്ങൾ കൊണ്ട് നിലപാടുകൾ തോന്നിയതുപതി മാറ്റി ഉത്തരവ് തലങ്ങും വിലങ്ങും ഇറക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യാതൊരു ഉളുപ്പുമില്ലാതെ ഏത് വിധത്തിലും അവരുടെ സാഹചര്യം അനുസരിച്ച് ഉത്തരവിറക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ രേഖകളാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. ഈ ദേവസ്വം ബോർഡ് ഈ തെളിവ് നശീകരണം, ഞാൻ കഴിഞ്ഞ തവണ ജനൻ ടി വിയിൽ ചർച്ചയ്ക്ക് വന്നപ്പോഴേ പറഞ്ഞതാണ്, എനിക്കന്ന് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നന്ദൻകോട് അവിടുത്തെ ഓഫീസ് അറ്റൻഡർമാർ അന്ന് ചെയ്ത പ്രവർത്തനത്തെപ്പറ്റി കൃത്യമായ അത്രയും വിശ്വസനീയമായ സ്രോതസ്സിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ചിട്ട് രേഖ ഏതൊക്കെയാണോ ദോഷകരമായുള്ള രേഖകൾ, ആ രേഖകൾ അവിടെ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു, നശിപ്പിക്കപ്പെട്ടു എന്നുള്ളത് ഒരാഴ്ചയ്ക്ക് മുമ്പ് ജനൻ ടി വിയിൽ പറഞ്ഞതാണ്. ഇതാണ് ശരിക്കും ദേവസ്വം ബോർഡിൻ്റെ അവസ്ഥ. ഈ ദേവസ്വം ബോർഡ് ചെയ്യുന്ന പ്രവൃത്തികളെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിലപാടുകളെയും ഇപ്പോഴുണ്ടായ ശുഷ്കാന്തിയൊക്കെ വളരെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, 8 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഇങ്ങോട്ട് വ്യത്യസ്ത കേസുകളിൽ, ഗുരുവായൂരിലാവട്ടെ ശബരിമലയിലാവട്ടെ, വ്യത്യസ്ത കേസുകളിൽ അവിടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് മുന്നിൽ സമർപ്പിക്കപ്പെട്ട രേഖകളിൽ, റിപ്പോർട്ടുകളിൽ എന്ത് നടപടി സ്വീകരിച്ചു? 2015-16 കാലയളവിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഒരു കേസിൻ്റെ ഭാഗമായി കോടതി ആവശ്യപ്പെട്ടതിന് പ്രകാരം ദേവസ്വം ലോക്കൽ ഫണ്ട് ഓഡിറ്റർ അവർ സമർപ്പിക്കുകയും അതിൽ ഉള്ള ഓരോ പേജിലെയും ഓരോ വരികളിലും ആലോചിച്ച് നോക്കൂ, 1250, ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്, 1250 ക്ഷേത്രങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കലാപീഠങ്ങളും കോളേജുമടക്കം 100ഓളം സ്ഥാപനങ്ങളുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നന്ദൻകോടുള്ള ആസ്ഥാനം ഉൾപ്പെടെ 20 AC ഓഫീസ് ഉൾപ്പെടെ ഇത്രയും ക്ഷേത്രങ്ങളും അനുബന്ധമായിട്ടുള്ള കെട്ടിടങ്ങൾ ഇരിക്കുന്ന ഭൂമി
2.14 കോടി രൂപ മൂല്യം മാത്രമുള്ളതാണെന്ന റിപ്പോർട്ട് കണ്ടതും ഇതേ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ്. അതെ, അതിന്മേൽ എന്ത് നടപടിയാണ് ഉണ്ടായത്? ഒരു സാമാന്യ ബോധമുള്ള പച്ചരി ചോറ് കഴിക്കുന്ന ഏതൊരു മലയാളിക്കും അറിയാം, ഇവിടെ ഓരോ ദേവസ്വം ബോർഡ് മെമ്പർമാരുടെ ആസ്തി തന്നെ ഈ പറഞ്ഞ 2.14 കോടിക്ക് മേൽ അവരുടെ ഭൂമി ആസ്തി ഉണ്ടാവും. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇവിടെ ഇത്രയും മണ്ടത്തരങ്ങൾ എഴുന്നള്ളിച്ച് വെച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ, അത് ലോക്കൽ ഫണ്ട് ഓഡിറ്റിൻ്റെ തെറ്റല്ല. എന്താണോ ദേവസ്വം ബോർഡിൻ്റെ ഓഡിറ്റുകളിൽ ബാലൻസ് ഷീറ്റിൽ കാണുന്നത് അത് അതേപടി പകർത്തി അവർ ചില കൊറികൾ ഉന്നയിച്ചിട്ടതായ ആ റിപ്പോർട്ടിന്മേൽ എന്ത് നടപടിയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എടുത്തത് എന്നുള്ളത് അത് ഖേദപൂർവ്വം ചോദിക്കുകയാണ്. അപ്പോൾ ഇതേമാതിരി അനേകം വിഷയങ്ങൾ, ഇത് ഒരു എന്താ പറയേണ്ടത്, ഒരു വിഷയം മാത്രം ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രം, അനേകം വിഷയങ്ങൾ. ഉദാഹരണത്തിന് നമ്മുടെ നട തുറന്നിരിക്കുന്ന ദിവസങ്ങളിൽ ശബരിമലയിൽ ഒരു ദിവസത്തെ നിത്യപൂജയ്ക്കും അലങ്കാരം ഉൾപ്പെടുന്ന ചെലവുകൾക്കുമായി 2 ലക്ഷം രൂപ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് എഴുതിയെടുക്കാം. അപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എഴുതിയെടുക്കുന്ന 2 ലക്ഷം രൂപയ്ക്ക് അവിടുത്തെ നിത്യനിദാന ചടങ്ങുകൾ നടക്കണം. എന്നാൽ യഥാർത്ഥത്തിൽ ശബരിമല എന്താണ് സംഭവിക്കുന്നത്? മുമ്പും മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വന്നിട്ടുള്ളതാണ്. അത് 1-2 റിപ്പോർട്ടുകൾ വന്നു, പിന്നെ അതിന്മേൽ യാതൊരു ചർച്ചയും ഉണ്ടായിട്ടില്ല. റിപ്പോർട്ട് ഇങ്ങനെയാണ്: അവിടെയുള്ള ചില സ്വാമി വേഷധാരികൾ ഈ തെലുങ്ക് നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള ബിസിനസ്സുകാരിൽ നിന്നും പണപ്പിരിവ് നടത്തുകയും അവിടത്തേക്ക് ആവശ്യമായിട്ടുള്ള പൂജാദ്രവ്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഒറ്റ കൊട്ടേഷനിൽ എടുത്ത് എന്ത് ചെയ്യാണ്, തന്ത്രിയെ അല്ലെങ്കിൽ മേൽശാന്തി അവരെയൊക്കെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ശരിക്കും ശബരിമലയിലുള്ള നിത്യനിദാന ചടങ്ങുകളിലേക്ക് ആവശ്യമായിട്ടുള്ള ദ്രവ്യങ്ങൾ സ്പോൺസർഷിപ്പിലൂടെ കിട്ടുന്നുണ്ട്. അതേസമയം ദേവസ്വം ബോർഡ് അക്കൗണ്ടിൽ നിന്ന് നിത്യം 2 ലക്ഷം രൂപ എഴുതി മാറുകയാണ്. ഇത് ആരൊക്കെയാണ് പങ്കിട്ടെടുക്കുന്നത്? ഇങ്ങനെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചാൽ ദേവസ്വം നടത്തുന്ന ഭീകരമായിട്ടുള്ള കൊള്ള, ഈ കൊള്ളയെ നേരെ ചൊവ്വയെ അഡ്രസ്സ് ചെയ്യാൻ കേരളത്തിലെ നിയമ സംവിധാനങ്ങൾക്ക് വിധിയാമണ്ണം പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ യഥാശക്തി പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ തീർത്തും സംശയമുണ്ട്. ആ സംശയം നിലനിൽക്കെ ഇത്രയും മുൻകാല അനുഭവങ്ങൾ ഉണ്ടായിരിക്കെ ഈ ദിവസം വൈകിയിട്ടുള്ള, ഇപ്പോൾ ഇന്നും മാധ്യമങ്ങളിൽ വന്ന ചർച്ച മുരാരി ബാബു അറസ്റ്റിലാകുമോ ഇന്നോ നാളെയോ എന്ന ക്യാപ്ഷനാണ് കാണുന്നത്. അതും ഉറപ്പില്ല. ഇനി എത്രയോ പേരിലേക്ക് മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഈ ഒരു വിഷയത്തിൽ എത്രമാത്രം വൈകാരികമായ പ്രതികരണം ഉണ്ടാകുന്നുവോ, മാധ്യമങ്ങൾ എത്ര നാൾ ഈ ചർച്ച നിലനിർത്തി കൊണ്ടുപോകുമോ ആ കാലം വരെ ഈ വിഷയങ്ങൾ വൈകി പോവുകയും ഇതെല്ലാം തണുക്കുന്ന മാത്രയിൽ അറസ്റ്റും യാതൊരു നടപടികളും അതോടുകൂടി അവസാനിക്കുകയും പിന്നെ ഇവരെല്ലാം തന്നെ വിജയശ്രീലാളിതരായി പുറത്തിറങ്ങി നടക്കുകയും ചെയ്യും. അതുകൊണ്ട് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളാവട്ടെ മാധ്യമങ്ങളാവട്ടെ ഈ വിഷയത്തിൻ്റെ അന്ത്യം കാണുന്നതുവരെ ഇതിൻ്റെ പിന്നാലെ നിന്നിട്ടില്ല എങ്കിൽ വരും ആഴ്ചകളിൽ തന്നെ ഇതിൻ്റെയൊക്കെ ഒരു എന്താ പറയുന്നത്, ഒരു തീവ്രത ഇല്ലാതാകുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ അറസ്റ്റുകൾ വൈകുന്നത്. സാമാന്യ ജനത്തിൻ്റെ ചോദ്യത്തിന് മുന്നിൽ നീതിപീഠം ഉൾപ്പെടെ, ബഹുമാനപ്പെട്ട നീതിപീഠത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, നീതിപീഠം ഉൾപ്പെടെ സർക്കാർ ഉൾപ്പെടെ ഇവിടെയുള്ള നിയമ സംവിധാനങ്ങളെല്ലാം തന്നെ സാമാന്യ ജനത്തിൻ്റെ ചോദ്യത്തിന് മുന്നിൽ മറുപടി ഇല്ലാതെ നിൽക്കുന്ന ഒരു കാലം ഈ വിഷയത്തിൽ വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഇത്രയും ഗൗരവമായ വിഷയങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ 30 വർഷക്കാലത്ത്, ഇത് 1-2 വർഷം കൊണ്ടല്ല, ഇത് ചെയിനായിട്ട് പിന്നിലേക്ക് പോവുകയാണ്. ഈ വിഷയങ്ങൾ കഴിഞ്ഞ 30 വർഷത്തെ ഈ പറയുന്ന ശബരിമലയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട അഴിമതികൾ ഒരു CBI പോലുള്ള കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണം എന്നാവശ്യപ്പെടുന്നത് ഇത്തരം കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല, ഇത് വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ ഈറോഡിൽ ഈ കഴിഞ്ഞ ഒരു പഞ്ചലോഹ വിഗ്രഹം ഉത്സവബിംബം ശബരിമലയിൽ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു വിഷയമുണ്ടായി. ദേവസ്വം സെക്രട്ടറി ഉത്തരവിട്ട് അനുവദിച്ച ഒരു സ്പോൺസറെ അനുവദിച്ചു. ആ സ്പോൺസർ ഈറോഡുള്ള ഒരു ഡോക്ടറാണ്. അയാൾ എന്ത് ചെയ്തു, വിഗ്രഹം പണിയിപ്പിച്ചതിന് ശേഷം തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ കൂടി കൊണ്ട് ഓരോ സ്ഥലങ്ങളിൽ പ്രദർശനവും പൂജയുമായിട്ട് ലക്ഷങ്ങളുടെ പണപ്പിരിവ് നടന്നു. ഈ വിഷയം അവിടെ നിന്നും പന്തളം രാജവംശം അറിയുകയും ആ കൊട്ടാരത്തിൽപ്പെട്ടവരെ ഇടപെട്ട് കോടതിയിൽ ഈ വിഷയം സ്പെഷ്യൽ കമ്മീഷണർ മുഖേന അറിയിച്ചതുകൊണ്ട് മാത്രമാണ് ആ ഈറോഡിൽ നടന്ന ആ വിഷയത്തിന് തടസ്സമിടാൻ സാധിച്ചത്. ഇങ്ങനെ ഏതൊരു കാര്യത്തിന് മുക്കിലും മൂലയിലും ശബരിമലയെ സംബന്ധിച്ചോളം അഴിമതിയാണ്. അതുകൊണ്ട് കേന്ദ്ര അന്വേഷണം മാത്രമേ ഇതിനകത്ത് പര്യാപ്തമാവുകയുള്ളൂ എന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട്.